ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസം ക്രിസ്ത്യൻ സഭകളുടെ ദാനമാണെന്ന നറേറ്റീവ് ചരിത്രപരമായി ശരിയാണോ? ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ കാലുകുത്തുമ്പോൾ അവർ വന്നത് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ നിന്നാണോ വന്നത്? വിദ്യാഭ്യാസമില്ലാത്ത ഇന്ത്യയെ പഠിപ്പിക്കാനാണോ? ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ പിടിമുറുക്കുന്ന കാലത്ത് ഇന്ത്യ ലോകത്തിന്റെ ഏതോ മൂലയിലെ പട്ടിണിക്കാരുടെ പ്രാകൃത ഭൂമിയായിരുന്നില്ല. സാമ്പത്തിക ചരിത്രകാരനായ ആംഗസ് മാഡിസന്റെ ചരിത്ര DGP എസ്റ്റിമേറ്റ് പ്രകാരം 1700-ൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ലോക GDPയുടെ ഏകദേശം 24.4% കൈകാര്യം ചെയ്തിരുന്നു. അതേ കണക്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ വിഹിതം ഏകദേശം 2.9%. വെസ്റ്റേൺ യൂറോപ്പ് മുഴുവൻ ചേർത്താൽ ഏകദേശം 22.5%. അതായത് ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ ഏതാണ്ട് 1/4 കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രദേശത്തേക്കാണ് ലോക GDPയുടെ 3% പോലും കൈകാര്യം ചെയ്യാത്ത ഒരു ദ്വീപ് രാഷ്ട്രത്തിലെ കച്ചവടക്കാർ കപ്പലിറങ്ങുന്നത്. എന്നിട്ട് 200 വർഷം കഴിഞ്ഞപ്പോൾ കഥ തിരിഞ്ഞു. ഞങ്ങൾ വന്നാണ് നിങ്ങളെ പഠിപ്പിച്ചതത്രേ. കൊള്ളാം. ഇനി വിദ്യാഭ്യാസത്തിന് കാര്യം നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഇന്നത്തെ പോലെയുള്ള യൂണിഫോം ധരിച്ച ബെല്ലടിക്കുന്ന ക്ലാസ് 1 മുതൽ 10 വരെയുള്ള സ്കൂൾ സിസ്റ്റം ഉണ്ടായിരുന്നു? ഇല്ല. കാരണം അത്തരമൊരു മോഡൽ മാസ് സ്കൂൾ സിസ്റ്റം അന്ന് ബ്രിട്ടനിലും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടനിൽ ഒരു ദേശീയ എലിമെന്ററി വിദ്യാഭ്യാസ സംവിധാനം നിയമപരമായി രൂപപ്പെട്ടത് തന്നെ 1870-ലെ എലിമെന്ററി എഡ്യൂക്കേഷൻ ആക്ടോടെയാണ്. വീണ്ടും വായിക്കണം. 1870-ൽ ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ സ്വന്തം രാജ്യത്ത് ഓരോ കുട്ടിക്കും സ്കൂൾ ലഭ്യമാകുന്ന ഒരു ദേശീയ സംവിധാനം രൂപപ്പെടുത്താൻ 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി വരെ കാത്തിരിക്കേണ്ടി വന്നു. 1800-കളുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ സ്കൂളിൽ പോകാത്ത വലിയൊരു ബാലജനസംഖ്യ ഉണ്ടായിരുന്നു. ഫാക്ടറികളിൽ കുട്ടികൾ മണിക്കൂറുകളോളം ജോലി ചെയ്തിരുന്നതിനാലാണ് 1833 ഫാക്ടറി ആക്ടിൽ കുട്ടികളുടെ തൊഴിൽ സമയം നിയന്ത്രിക്കുകയും ചിലർക്കെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്യേണ്ടി വന്നത്. അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ വന്നാണ് വിദ്യാഭ്യാസത്തിന്റെ തിരിതെളിച്ചത് എന്നാണത്രേ പുതിയ സുവിശേഷം. ഇനി ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നോ എന്നറിയാൻ RSS പുസ്തകം വായിക്കേണ്ട, സംഘപരിവാർ ചരിത്രകാരനെ വായിക്കേണ്ട, ബ്രിട്ടീഷുകാരുടെ സ്വന്തം സർവേ വായിച്ചാൽ മതി. 1820-കളിൽ മദ്രാസ് പ്രസിഡൻസിയൽ ബ്രിട്ടീഷ് ഭരണകൂടം തദ്ദേശീയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിശദമായ സർവേ നടത്തി. ജില്ലാ കളക്ടർമാർ അയച്ച കണക്കുകളിൽ ആയിരക്കണക്കിന് തദ്ദേശീയ സ്കൂളുകളും ഉന്നത പഠന കേന്ദ്രങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ CBSE സ്കൂൾ സങ്കല്പിക്കരുത്. പാഠശാല, എഴുത്തുപള്ളികൾ, ഗുരു കേന്ദ്രീകൃത മതകേന്ദ്രങ്ങൾ, മക്തബുകൾ, മദ്രസകൾ, സംസ്കൃത പഠന കേന്ദ്രങ്ങൾ, പേർഷ്യൻ, അറബി പഠന കേന്ദ്രങ്ങൾ, കണക്കെഴുത്ത്, വായന, അക്കൗണ്ടിംഗ്, വ്യാപാര ഗണിതം തുടങ്ങിയ പ്രായോഗിക വിഷയങ്ങളിൽ പഠിപ്പിച്ചിരുന്ന പ്രാദേശിക സ്ഥാപനങ്ങൾ. ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉണ്ടാക്കിയ സിസ്റ്റം അല്ലത്. ഡീസെൻട്രലൈസ്ഡ് എഡ്യൂക്കേഷൻ നെറ്റ്വർക്ക് ആയിരുന്നു. ഇനി ജാതിയുടെ കാര്യം. അവിടെ ബ്രാഹ്മണൻ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ എന്ന അടുത്ത റെഡിമെയ്ഡ് കഥയും ബ്രിട്ടീഷുകാരുടെ സ്വന്തം കണക്കിന് മുന്നിൽ അത്ര ലളിതമായി നിൽക്കില്ല. മദ്രാസ് പ്രസിഡൻസി സർവേയിലെ വിവിധ ജില്ലകളുടെ ജാതി തിരിച്ചുള്ള വിദ്യാർത്ഥി കണക്കുകളിൽ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വലിയ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രാഹ്മണരും വൈശ്യരും മാത്രമുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമല്ല ബ്രിട്ടീഷ് കളക്ടർമാർ കണ്ടത്. ഇതിനർത്ഥം ഇന്ത്യയിൽ ജാതി വിവേചനം ഇല്ലായിരുന്നു എന്നാണോ? അല്ല. സ്ത്രീകൾക്കും എല്ലാ സാമൂഹിക വിഭാഗങ്ങൾക്കും തുല്യമായ വിദ്യാഭ്യാസാവകാശം ഉണ്ടായിരുന്നു എന്നാണോ? അതുമല്ല. ഇന്ത്യൻ സമൂഹത്തിൽ ഭീകരമായ സാമൂഹിക അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ ഇവിടെ വിദ്യാഭ്യാസമേ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറികൾ വന്ന് ആദ്യമായി ഇന്ത്യക്കാരെ അക്ഷരം പഠിപ്പിച്ചു എന്ന് പറയുന്നത് ചരിത്രമല്ല, അത് സഭാ മാർക്കറ്റിംഗ് ആണ്. ബംഗാളിലും കഥ വ്യത്യസ്തമല്ല. 1830-കളിൽ വില്യം ആദം നടത്തിയ പഠനത്തിൽ ബംഗാളിലെയും ബീഹാറിലെയും തദ്ദേശീയ വിദ്യാഭ്യാസ ശൃംഖലയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ എസ്റ്റിമേറ്റ് എന്തായിരുന്നു? ബംഗാളിലും ബീഹാറിലുമായി ഏകദേശം 1 ലക്ഷം തദ്ദേശീയ എലിമെന്ററി സ്കൂളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ശ്രദ്ധിക്കുക, ഇത് 1 ലക്ഷം സ്കൂളുകൾ എണ്ണിയെടുത്ത സെൻസസ് അല്ല, ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് ആദ്യം മുന്നോട്ട് വെച്ച എസ്റ്റിമേറ്റ് ആണ്. അതുകൊണ്ട് ചരിത്രം പറയുമ്പോൾ അതിനെ എസ്റ്റിമേറ്റ് എന്ന് തന്നെ പറയണം. പക്ഷെ ഒരു കാര്യം വ്യക്തം, ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത് വിദ്യാഭ്യാസ ശൂന്യമായ ഒരു മരുഭൂമിയായിരുന്നില്ല. അവർ കണ്ടെത്തിയത് സ്വന്തം ഭാഷയിലും സ്വന്തം സാമൂഹിക ഘടനകളിലും പ്രവർത്തിച്ചിരുന്ന ഒരു തദ്ദേശീയ വിദ്യാഭ്യാസ നെറ്റ്വർക്ക് ആയിരുന്നു. വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിന് ലോക GDPയുടെ
കാൽഭാഗം കൈയാളാൻ കഴിയുമായിരുന്നു. പറയുന്നതിലും വിശ്വസിക്കുന്നതിലും എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? ഇനി ക്രിസ്ത്യൻ മിഷണറികളിലേക്ക് വരാം. 1813 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മിഷണറി പ്രവർത്തനത്തിനോട് വലിയ സംശയമായിരുന്നു. എന്തുകൊണ്ട്? ഇന്ത്യക്കാരുടെ മതവിശ്വാസങ്ങളെ ആക്രമിച്ചാൽ സാമൂഹിക സംഘർഷമുണ്ടാകും. സംഘർഷമുണ്ടായാൽ ഭരണം ബുദ്ധിമുട്ടാകും. അത് അവരുടെ കച്ചവടത്തെ ബാധിക്കും. അതുകൊണ്ട് കമ്പനി ഭരണ പ്രദേശങ്ങളിൽ മിഷണറി പ്രവേശനത്തിനും പ്രവർത്തനത്തിനും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. വില്യം കാരിയെ പോലുള്ള മിഷണറികൾ ബ്രിട്ടീഷ് അധികാര പരിധികൾക്ക് പുറത്തുള്ള ഡാനിഷ് സെറാംപൂരിൽ പ്രവർത്തിച്ചത് വെറുതെയല്ല. പിന്നീട് ബ്രിട്ടനിലെ ഇവാഞ്ചലിക്കൽ സമ്മർദ്ദം ശക്തമായി. അങ്ങനെ 1813 ചാർട്ടർ ആക്ട് വരുന്നു. മിഷണറി പ്രവർത്തനത്തിന് ഇന്ത്യയിലേക്കുള്ള വഴി കൂടുതൽ തുറക്കുന്നു. അതേ ആക്ടിൽ ഇന്ത്യയിലെ സാഹിത്യവും ശാസ്ത്രജ്ഞവും പ്രോത്സാഹിപ്പിക്കാൻ വർഷം കുറഞ്ഞത് 1,00,000 രൂപ വകയിരുത്താനുള്ള വ്യവസ്ഥയും വരുന്നു. ഇവിടെ ഒരു കാര്യം കൃത്യമായി പറയണം. 1,00,000 രൂപ മിഷണറികൾക്കുള്ള ഗ്രാന്റ് ആയിരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ചരിത്രപരമായി തെറ്റാണ്. അത് വിദ്യാഭ്യാസത്തിനുള്ള കമ്പനി വകയിരുത്തലായിരുന്നു. പക്ഷെ ആ പണം എങ്ങനെ ചെലവഴിക്കണം എന്നിടത്താണ് അടുത്ത യുദ്ധം തുടങ്ങുന്നത്. ഓറിയന്റലിസ്റ്റ് ആംഗ്ലിസിസ്റ്റ് തർക്കം. ഇന്ത്യക്കാരെ അവരുടെ സംസ്കൃതം, അറബി, പേർഷ്യൻ തുടങ്ങിയ വിജ്ഞാപന പരമ്പരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കണോ, അതോ ഇംഗ്ലീഷും യൂറോപ്യൻ സാഹിത്യവും പാശ്ചാത്യ വിജ്ഞാപനവും കേന്ദ്രീകൃതമായി പുതിയ വിദ്യാഭ്യാസ സംവിധാനം സൃഷ്ടിക്കണോ? 1835 മെക്കാളി തന്റെ പ്രസിദ്ധമായ മിന്റിൽ നിലപാട് വ്യക്തമാക്കുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വിഭവങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും യൂറോപ്യൻ വിജ്ഞാപനത്തിനും മുൻഗണന നൽകി ഉപയോഗിക്കണം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം മാസ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകൾ നോക്കൂ. ബ്രിട്ടീഷുകാരും അവർ ഭരിക്കുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരും തമ്മിൽ ഇടനിലക്കാരാകുന്ന ഒരു വർഗത്തെ സൃഷ്ടിക്കണം. ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ, ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഇൻ ഒപ്പീനിയൻസ്, ഇൻ മോറൽസ് ആൻഡ് ഇൻ ഇന്റലക്ട്. രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാർ, അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മിക ബോധത്തിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാർ. ഇതാണ് മെക്കാളെ എഴുതിയത്. ഈ തർക്കങ്ങളെല്ലാം തന്നെ അവർക്കും നമുക്കുമിടയിലുള്ള ഇടനിലക്കാരെ എങ്ങനെ വാർത്തെടുക്കണം എന്നതിനെ ചൊല്ലിയായിരുന്നു എന്നർത്ഥം. ഇതിനെ വിദ്യാഭ്യാസ സേവനം എന്ന് വിളിക്കണോ, അതോ കൊളോണിയൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കണോ? തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഈ സഭാ കള്ളച്ചരിത്രം പ്രചരിപ്പിച്ചു നടക്കുന്ന ക്രിസ്ത്യാനികളോട് ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്താം. നിങ്ങളുടെ സഹോദരർ ഹിന്ദുക്കളാണ്. നിങ്ങളുടെയും അവരുടെയും സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്, അല്ലാതെ റോമൻ സംസ്കാരമല്ല. സായിപ്പിനെ നിങ്ങൾ ആരുമല്ല. നിങ്ങൾ സായിപ്പിന്റെ മതത്തിൽ വിശ്വസിക്കുന്നത് അവർക്കൊരു സോഫ്റ്റ് പവർ മാത്രം. പക്ഷെ ആ സോഫ്റ്റ് പവർ വിജയിക്കുന്നത് മെക്കാളെ ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ നിങ്ങളിൽ ചിലർ ഇറങ്ങിയിരിക്കുമ്പോഴാണ്. എന്നാൽ ഈ നറേറ്റീവ് യുദ്ധത്തിൽ വിജയം ഹൈന്ദവ സാംസ്കാരിക ബോധ്യം പുലർത്തുന്ന ക്രിസ്ത്യാനികൾക്കായിരിക്കും എന്നത് എനിക്ക് ഉറപ്പാണ്. അല്ലാതെ ചരിത്രബോധമില്ലാതെ സായിപ്പിന്റെ അപദാനവും പാടി സ്വന്തം രാഷ്ട്രത്തെയും പൂർവിക സംസ്കാരത്തെയും തള്ളിപ്പറഞ്ഞു നടക്കുന്ന വ്യാജ സായിപ്പായ ക്രിസ്ത്യാനികളുടെ ആവില്ല.